وما النصر إلا من عند الله العزيز الحكيم. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് വിവാഹമെന്നത്. വിവാഹത്തിലൂടെയാണ് ദീൻ കൽപ്പിച്ച പല കൽപ്പനകളും പല നന്മകളും പ്രാവർത്തികമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലും വിവാഹത്തിൻ്റെ പ്രാധാന്യവും വിവാഹിതരാകുന്നവർ ശ്രദ്ധിക്കേണ്ട അനേകം ഓർമ്മപ്പെടുത്തലുകളും വിവാഹം കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മീസാഖുൻ അദീം എന്നാണ്. ഗൗരവകരമായ, അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒരു കരാർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത്. സൂറത്തുൻ നിസാഇൽ ഭർത്താക്കന്മാരോടായി അല്ലാഹു ചോദിക്കുന്നു, വകൈഫ തഅഖുദൂനഹു വഖദ് അഫ്ദാ ബഅദുകും ഇലാ ബഅദിൻ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ. ഭർത്താക്കന്മാരെ, എങ്ങനെയാണ് വിവാഹത്തിന് ശേഷം വിവാഹമോചനം നേടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഭാര്യമാർക്ക് കൊടുത്ത മഹർ അത് നിങ്ങൾ തിരിച്ചു ചോദിക്കുക? വഖദ് അഖദ്ന മിൻകും മീസാഖൻ ഗലീദ. ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കരാർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസിയ്യത്തുകളിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഭാര്യാഭർത്തൃബന്ധങ്ങൾ ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തിയതായി കാണാം. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമാനിലൂടെ, അവന്റെ കരാറിലൂടെയാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത്. വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്. അല്ലാഹുവിന്റെ വാക്ക്, അതിന്റെ മുകളിലാണ് നിങ്ങൾ അവരുമായുള്ള ബന്ധം അനുവദിച്ച് വാങ്ങിച്ചിരിക്കുന്നത്. സ്ത്രീകളെ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു തന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ കലിമത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അവർ നിങ്ങളുടെ ഭാര്യമാരായത് അല്ലാഹുവിന്റെ കരാറുകൊണ്ടാണ്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുത്തെ മരണത്തിന് തൊട്ടു മുൻപുള്ള വാക്കുകളിൽ അവിടുന്ന് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാഹ് വമാ മലകത് ഐമാനുക്കും. നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
വമാ മലകത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ അവരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഭാര്യമാരാണ്. വൈവാഹിക ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ എത്രമാത്രം വലിയ ശ്രദ്ധ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചില തെളിവുകളാണിത്. വിശുദ്ധ ഖുർആൻ വിവാഹത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ സ്ഥലങ്ങളിൽ അത് വലിയ നിഅമത്തായി, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മഹത്തരമായ അനുഗ്രഹമായിട്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അള്ളാഹു നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ളവനായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബ്, അവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു പറയുകയില്ല. അവൻ അനുഗ്രഹമായ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് എങ്കിൽ അത് ആ അനുഗ്രഹം വളരെ വലുതായിരിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ നൽകി, ഭാര്യമാരെ നൽകി, ഭർത്താക്കന്മാരെ നൽകി എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായാണ് എടുത്തു പറയുന്നത്. അതിൽ നിന്ന് വിവാഹം എന്നത്, ഇസ്ലാമിക രൂപത്തിലുള്ള ബന്ധങ്ങൾ എന്നത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ വിവാഹം എന്നത് നബിമാരുടെ സുന്നത്തുകളിൽ ഒന്നായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, നിനക്ക് മുൻപ് നാം റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്, അവർക്ക് നാം ഭാര്യമാരെ നൽകി, മക്കളെ നൽകി. നബിമാരുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ് വിവാഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, അന്നികാഹു മിൻ സുന്നതി, വിവാഹം എന്നത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. ഫമൻ ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യ പ്രാവർത്തികമാക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. വതസവ്വജു, അതിനാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫഇന്നി മുകാസിറും ബികുമുൽ ഉമം, നിങ്ങളുടെ അംഗബലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ പരലോകത്ത് എന്റെ ഉമ്മത്തിന് അംഗബലം വർദ്ധിക്കുക എന്നത് അത് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. വമൻ കാന ദാ ഖൗലിൻ ഫൽയൻകിഹ്, അതുകൊണ്ട് സാമ്പത്തികമായി എളുപ്പമുള്ളവർ, വിവാഹത്തിന് എളുപ്പമുള്ളവർ അവർ കല്യാണം കഴിക്കട്ടെ. വമൻ ലം യജിദ് ഫഅലൈഹി ബിസിയാം, വിവാഹം കഴിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർ നോമ്പ് നോൽക്കട്ടെ. ഫഇന്ന الصوم له وجاء, തിന്മകളിൽ നിന്ന് അവനെ തടുത്തു നിർത്താൻ നോമ്പ് അവന് മുന്നിൽ ഒരു പരിചയമായി നിലകൊള്ളുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾ പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. സഹാബിമാരിൽപ്പെട്ട ചിലർ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ലൗ അലിംന അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദഹ്, ദുനിയാവിൽ ശേഖരിക്കാൻ കഴിയുന്ന സമ്പത്തുകളിൽ ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ് എന്ന് ഞങ്ങൾക്കറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ നബിയെ, അത് ശേഖരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് നബിയെ, ദുനിയാവിലുള്ള ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അഫ്ദലുഹു, ദുനിയാവിലെ സമ്പത്തിൽ ഏറ്റവും നല്ലത് ലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന നാവാണ്. വഖൽബുൻ ഷാകിർ, അല്ലാഹുവിന് ധാരാളമായി നന്ദി പറയുന്ന ഹൃദയമാണ്. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, അവന്റെ ദീനിന്റെ കാര്യത്തിൽ അവനെ സഹായിക്കുന്ന മുഅ്മിനത്തായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന സ്ത്രീയാണ്, ഭാര്യയാണ്. നോക്കൂ, ദുനിയാവിൽ ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിഭവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞ കാര്യമാണ് ദീനിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന
ഒരു ഭാര്യയെ നിനക്ക് ലഭിക്കുക എന്നത്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഹദീസിൽ വളരെ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ദീനിന്റെ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഭാര്യയെ ഒരാൾക്ക് ലഭിച്ചാൽ അയാൾ അള്ളാഹുവിന് ധാരാളമായി നന്ദി പറയട്ടെ, അള്ളാഹുവിനെ ധാരാളമായി അവന്റെ നാവ് കൊണ്ട് സ്മരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദുനിയാവിലെ മഹത്തരമായ സമ്പത്ത് അവൻ നേടിക്കഴിഞ്ഞു. ഒരാൾക്ക് നല്ല ഒരു ഭാര്യയുണ്ട്, അവന്റെ ദീനിന്റെ കാര്യത്തിൽ അവനെ സഹായിക്കുന്ന ഒരു ഭാര്യയുണ്ട് എങ്കിൽ അവൻ അള്ളാഹ്ക്ക് നന്ദി പറയുന്ന നാവ് അവനുണ്ടാവുകയും അങ്ങനെ ഒരു ഹൃദയം അവൻ ഉണ്ടാവുകയും അള്ളാഹുവിനെ ധാരാളമായി അവൻ സ്മരിക്കുകയും ചെയ്താൽ ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പന്നൻ അവനാണ്. കാരണം ഈ ഹദീസിൽ ഈ 3 കാര്യമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ദിക്ർ ചൊല്ലുന്ന ഒരു നാവ്, അള്ളാഹുവിന് നന്ദി പറയുന്ന ഹൃദയം, നല്ല ഒരു ഭാര്യ. പലപ്പോഴും പലരും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഓർക്കാത്ത വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അവനെ സഹായിക്കുന്ന ഒരു ഭാര്യ അവന് ലഭിക്കാന്നുള്ളത്. ഒരു കാറ് വാങ്ങിച്ചാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറയും, വീട് ശരിയായാൽ അൽഹംദുലില്ലാ എന്ന് പറയും, ബിസിനസ് ശരിയായാൽ അൽഹംദുലില്ലാ എന്ന് പറയും. അവനൊരു നല്ല ഭാര്യയെ ലഭിച്ചതിന്റെ പേരിൽ, അവൾ അവനെ സഹായിക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ ഹംദ് പറയുന്നവർ എത്ര പേരുണ്ടായിരിക്കും? നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ പലപ്പോഴും പലരും നിസ്സാരമായി കാണുന്ന ഒരു അനുഗ്രഹം നല്ല ഒരു ഭാര്യയെ ലഭിക്കുക എന്നതാണ്. ഭാര്യ നല്ല രൂപത്തിൽ പെരുമാറിയാൽ അവന്റെ ധാരണ അവളങ്ങനെ നിൽക്കേണ്ടതല്ലേ, അത് അവളുടെ ബാധ്യതയല്ലേ എന്നാണ് അവൻ കാണുന്നത്. എത്രയോ സഹോദരങ്ങൾ അവർ കുടുംബ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ കാരണത്താൽ ബുദ്ധിമുട്ടുന്നു, സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഒരു നല്ല ഭാര്യയെ ലഭിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അദ്ദുനിയ മതാ, ദുനിയാവ് എന്നാൽ വിഭവങ്ങൾ മാത്രമാണ്. വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്സാലിഹ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്നാൽ ഒരു സാലിഹത്തായ അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു ഭാര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മിൻ സആദതി ഇബ്നി ആദമ സലാസ, മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് 3 കാര്യങ്ങൾ. അത് ഒരാൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഏതെല്ലാമാണത്? അവിടുന്ന് പറഞ്ഞു, അൽ മർഅതു സ്സാലിഹ, ഒന്നാമത് റസൂലുള്ളാഹി തന്നെയാണ് അൽ മർഅതു സ്സാലിഹ, അല്ലാഹുവിനെ ഭയക്കുന്ന നല്ല ഒരു ഭാര്യ. വൽ മസ്കനു സ്സാലിഹ്, നല്ല ഒരു ഭവനം. നല്ല ഭവനം എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യത്തിന് അതിൽ വിശാലതയുണ്ട്, അനാവശ്യങ്ങളില്ലാത്ത, അതിരിക വിച്ചലുകളില്ലാത്ത അവന്റെ ആവശ്യത്തിന് വേണ്ടതായ ഒരു ഭവനം. വൽ മർകബു സ്സാലിഹ്, നല്ല ഒരു വാഹനം, അവന്റെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവനെ എത്തിക്കുന്ന, അവനെ വഴിയിൽ പ്രയാസപ്പെടുത്താത്ത ഒരു വാഹനം. ഇത് 3 ഒരാൾക്ക് ലഭിച്ചാൽ ദുനിയാവിലെ മഹത്തരമായ സൗഭാഗ്യങ്ങൾ അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അയാൾ ദുനിയാവിലെ ജീവിതത്തിൽ വളരെ പ്രയാസത്തിലായിരിക്കും. ഭാര്യമാരുടെ കാര്യത്തിലാണ് അയാൾ പരീക്ഷിക്കപ്പെടുന്നത് എങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സമാധാനമില്ല. വാഹനത്തിന്റെ കാര്യത്തിലാണ് പരീക്ഷിക്കപ്പെടുന്നത് എങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, എങ്ങോട്ടെങ്കിലും യാത്രക്ക് ഇറങ്ങുമ്പോൾ പേടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ദുനിയാവിലെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഈ 3 കാര്യങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, വിവാഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ഓരോ ഹദീസുകളും മതിയായ തെളിവുകളാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹു അല്ലാഹു ഇംറഅതൻ സാലിഹ, ആർക്കെങ്കിലും ഒരു നല്ല ഭാര്യയെ ലഭിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അനുഗ്രഹമായ ഒരു നല്ല ഭാര്യയെ നൽകിയാൽ, ഫഖദ് അആനഹു അല്ലാഹു അലാ ശത്രി ദീനിഹി,
അള്ളാഹു അവന്റെ ദീനിന്റെ പകുതി കാര്യത്തിൽ അവനെ സഹായിച്ചിരിക്കുന്നു. അവന്റെ ദീനിന്റെ പകുതി അള്ളാഹു അവനെ സഹായിച്ചിട്ടുണ്ട്. വൽയത്തഖില്ലാഹ ഫിശ്ശത്രി الثاني, ഇനി ബാക്കിയുള്ള ഭാഗത്തിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. അവന്റെ ഭാര്യ നന്നായി കിട്ടിയാൽ, നല്ല ഒരു ഭാര്യ അവന് ലഭിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പകുതി അവനെ സഹായിച്ചു. ഇനി ബാക്കി പകുതി അവൻ അള്ളാഹിനെ സൂക്ഷിച്ചാൽ മതി. പകുതിയോളം അവന്റെ ദീന് ശരിയായി. സുബ്ഹാനല്ലാഹ്, ദീൻ എത്ര വലിയ കാര്യമാണ്, എത്ര വലിയ കാര്യമാണ്. അതിന്റെ പകുതി അവന് ശരിയായി കിട്ടി, നല്ല ഒരു ഭാര്യയെ ലഭിച്ചാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ യുവാക്കളിലും യുവതികളിലും കാണപ്പെടുന്ന പ്രശ്നങ്ങളിലൊന്ന് വിവാഹത്തോടുള്ള വിരക്തിയാണ്. എത്രയോ പേർ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് കുറേ പ്രായം കഴിഞ്ഞാലാണ്. പല ആളുകളും വിവാഹത്തിന് സൗകര്യം വന്നാൽ പോലും വർഷങ്ങളോളം സ്വയം ഇഷ്ടപ്രകാരം അതിൽ നിന്ന് മാറി നിൽക്കാൻ, അതിനോട് താല്പര്യം കാണിക്കാതിരിക്കുകയാണ്. തുടക്കത്തിൽ അവന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. ജോലി ഒന്ന് ശരിയാവട്ടെ, പഠിപ്പ് തീരട്ടെ, എവിടെങ്കിലും ഒന്ന് സെറ്റിലാവട്ടെ, അങ്ങനെ ആദ്യം അവന്റെ താല്പര്യപ്രകാരമായിരിക്കും വിവാഹത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത്. പിന്നെ കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ വിവാഹത്തിന് അവൻ ഉദ്ദേശിച്ചാൽ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. പ്രായം അങ്ങ് കൂടിപ്പോയി, കല്യാണം ആലോചിച്ചാൽ അവന് യോജിച്ച പെൺകുട്ടിയെ ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലേക്ക് പലരും വലിച്ചു നീട്ടപ്പെടുന്നതായി കാണാം. ഈ പ്രശ്നം മുസ്ലിം ഉമ്മത്ത് സ്വയം ബോധത്തോടുകൂടി പരിഹരിക്കാൻ ശ്രമിക്കേണ്ട പ്രശ്നമാണ്. ഓരോരുത്തർക്കും ഈ പറഞ്ഞ പ്രശ്നത്തിൽ പങ്കുണ്ട്. യുവാക്കളാണെങ്കിൽ അവർ വിവാഹത്തിന്റെ കാര്യത്തിൽ അനാവശ്യമായി പിന്തി നിൽക്കുക എന്നത് ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ നന്മകളെല്ലാം നൽകിയ, ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം വിശേഷിപ്പിച്ച ഒരു വലിയ മഹത്തരമായ ഒരു നന്മ എന്തിനാണ് സഹോദര കാരണങ്ങളില്ലാതെ നീ പിന്തിക്കുന്നത്? നിന്റെ ദീനിൽ ധാരാളം നന്മകൾ നിനക്ക് വാരിക്കൂട്ടാൻ സഹായിക്കുന്ന ഒരു സൽക്കർമ്മം എന്ത് കാരണത്താലാണ് നീ വൈകിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഈ ഒരു നന്മ എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാൾ അകാരണമായി വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കുക? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വിവാഹത്തിന്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് എന്നുകൂടി നമ്മൾ പഠിക്കണം. എന്താണ് വിവാഹത്തിന്റെ ലക്ഷ്യം? എന്താണ് വിവാഹത്തിന്റെ ഉദ്ദേശം? വിവാഹത്തിന്റെ ഉദ്ദേശം എന്നാൽ കേവലം അവന്റെ ലൈംഗിക തൃഷ്ണ അവസാനിപ്പിക്കുക എന്നതല്ല. ചിലരുടെ എങ്കിലും വിവാഹത്തിന് മുൻപുള്ള ധാരണ അതാണ്. അവന്റെ മുന്നിൽ ഒരു വലിയ കൗതുകമായി നിൽക്കുന്ന വിഷയമാണ് സ്ത്രീകളുമായുള്ള ബന്ധം എന്തായിരിക്കുമെന്നത്. ഇതുമാത്രമല്ല വിവാഹത്തിന്റെ ലക്ഷ്യം. അവന്റെ ദേഹേച്ഛ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല വിവാഹം. ഇസ്ലാമിൽ വിവാഹം മഹത്തരമായ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതിലൊന്ന്, സഹോദരങ്ങളെ, നമ്മുടെ പരമ്പര അത് നിലനിർത്തുക എന്നത്, മനുഷ്യൻ അവന്റെ പിൻതലമുറക്കാരെ ഈ ഭൂമിയിൽ ബാക്കി വെച്ചു പോവുക എന്നത് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ പറയുകയാണ്, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിതാ ഇണകളെ നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്കതാ അല്ലാഹു മക്കളെ നൽകിയിരിക്കുന്നു. കുട്ടികൾ ഉണ്ടാവണം. കഴിഞ്ഞോ? ഇല്ല. വഹഫദ, പേരമക്കളെ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് മക്കളുണ്ടാകും, നിങ്ങളുടെ മക്കൾക്ക് മക്കളുണ്ടാകും.
അങ്ങനെ നിങ്ങളുടെ തലമുറകൾ പിന്തുടർന്നു പോകാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ, ദീനിന്റെ മാർഗത്തിൽ നമുക്ക് സഹായിയായി ഒരാൾ നിലകൊള്ളാൻ മക്കൾ വേണം. അത് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. വിവാഹം വല്ലാതെ വൈകിപ്പിച്ചാൽ ഇയാൾക്ക് വളരെ പ്രായമാകുമ്പോഴായിരിക്കും അയാൾക്കൊരു കുട്ടി ജനിക്കുന്നത്. ആ കുട്ടിയെ നോക്കുക എന്നത് അയാൾക്ക് സാധിക്കുന്നില്ല, ആ അവസ്ഥയിലെത്തും ചിലപ്പോൾ. എന്നാൽ നേരത്തെ വിവാഹം കഴിക്കുന്നവർ അവന് പ്രായമാകുമ്പോഴത്തേക്ക് അവന്റെ മക്കൾ അവനെ നോക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. മക്കൾ ഉണ്ടാവുക, പേരമക്കൾ ഉണ്ടാവുക, ഇത് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് ആഹ്ലാദം നൽകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ നോക്കൂ, നമ്മുടേതല്ലാത്ത കുട്ടികൾ, ചെറിയ മക്കളെ കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര സന്തോഷം. ചെറിയ മക്കൾ, അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ മക്കളെ നമുക്ക് ലഭിച്ചാൽ എത്ര വലിയ നിഅമത്തായിരിക്കും അത്. ഈ അനുഗ്രഹം നേടിയെടുക്കാനുള്ള വഴികളിൽ ഒന്നാണ് വിവാഹം എന്നത്. കല്യാണം കഴിക്കുമ്പോൾ കേവലം ലൈംഗിക തൃഷ്ണ അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലല്ല വിവാഹം കഴിക്കേണ്ടത്. എന്റെ ദീൻ നിലനിർത്താൻ എനിക്ക് മക്കളെ വേണം, അവർക്ക് പേരമക്കൾ വേണം. അങ്ങനെ നല്ല ഒരു മുസ്ലിം ദീന് പാലിക്കുന്ന ഒരു സമൂഹം എന്നിൽ നിന്ന് വളർന്നു വരണം എന്ന ഉദ്ദേശം അവൻ വിവാഹം കഴിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പല ആളുകളും അത് ചിന്തിക്കാറില്ല. സഖറിയ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ ഒന്നെന്തായിരുന്നു? അദ്ദേഹത്തിന് മകനില്ലാതെ പ്രായമേറെ വളരെ വർദ്ധിച്ചു. താടിയെല്ലാം നരച്ചു, മുടിയെല്ലാം വെള്ള നിറത്തിലായി, എല്ലുകളെല്ലാം ദുർബലമായി തുടങ്ങിയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട്. എന്തിനു വേണ്ടി? അള്ളാഹുവെ, എന്റെ ദീനിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കുന്ന, എന്റെ ഈ ദീൻ എന്നിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഒരു മകനെ റബ്ബെ നീ എനിക്ക് നൽകണം. സഖറിയ നബിയുടെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നിന്ന് മക്കൾ എന്നത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ലഭിക്കാനുള്ള വഴികളിൽ ഒന്നാണ് വിവാഹം എന്നത്. വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എണ്ണിപ്പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അരികിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഇന്നി അസബ്തു ഇംറഅതൻ ذات حسب وجمال. നബിയെ, ഒരു നല്ല തറവാടിത്തമുള്ള ഭംഗിയുള്ള ഒരു സ്ത്രീ അവൾ വിവാഹം ആലോചിച്ചു വന്നിട്ടുണ്ട്. വഇന്നഹാ ലാ തലിദ്, എന്നാൽ അവൾ പ്രസവിക്കുകയില്ല. അഫഅതസവ്വജുഹാ, ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞു. അയാൾ രണ്ടാമതും വന്നു, വീണ്ടും ചോദിച്ചു. വീണ്ടും നബി പറ്റില്ല എന്ന് പറഞ്ഞു. മൂന്നാമതും വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജുൽ വദൂദൽ വലൂദ്, ധാരാളമായി സ്നേഹിക്കുന്ന, ധാരാളമായി പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക. എങ്ങനെ സ്നേഹം മനസ്സിലാക്കുക? പെണ്ണുങ്ങളൊപ്പം നടക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ അവളുടെ സ്വഭാവം ഏതാണ്ട് മനസ്സിലാവും. വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീ അവൾ ആരോടൊപ്പമാണോ നടക്കുന്നത് ഏതാണ്ട് അവളുടെ സ്വഭാവമായിരിക്കും, ഏതാണ്ട് ആ സ്ത്രീകളുടെ സ്വഭാവമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അവളുടെ വീട്, ആ വീട്ടിലുള്ള ആളുകളുടെ സ്വഭാവം ഏതാണ്ട് അതേ സ്വഭാവമായിരിക്കും ആ സ്ത്രീക്ക് ഉണ്ടാവുക. ആ വീട്ടിലുള്ള അവളുടെ ഉമ്മ, അവളുടെ സഹോദരിമാർ, അവർ കല്യാണം കഴിച്ചിട്ടുള്ള എങ്ങനെ അവസ്ഥ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഏതാണ്ട് ഒരു പെണ്ണിന്റെ സ്വഭാവം എന്ന് മനസ്സിലാവും. തസവ്വജുൽ വദൂദ് അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കും. എങ്ങനെ പ്രസവിക്കുന്നത് മനസ്സിലാവുക? കല്യാണം കഴിക്കുന്നതിന് മുൻപ് അവരുടെ കുടുംബത്തിൽ അവരുടെ ഉമ്മ, സഹോദരിമാർ, എളാമമാർ, അവരെ കുറിച്ച് കുടുംബം നല്ല വലിയ കുടുംബമാണ് എങ്കിൽ നന്നായി പ്രസവിക്കുന്നതാണെന്ന് മനസ്സിലാവും. തസവ്വജുൽ വദൂദ് അൽ വലൂദ്, നന്നായി സ്നേഹിക്കുന്ന, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. ഫഇന്നി മുകാസിറും ബികുമുൽ ഉമം, മറ്റു സമൂഹങ്ങൾക്ക് മുൻപിൽ ഏറ്റവും അംഗബലമുള്ള സമൂഹമായി എന്റെ സമൂഹം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, പ്രസവിക്കാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നത് മക്രൂഹാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. ഹറാമ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത് ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കേണ്ടത് പ്രസവിക്കുന്ന, അതിന് കഴിയുന്ന സ്ത്രീകളെയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പരസ്പരം അടുക്കുക എന്നത്. മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണത്. ഇണങ്ങുക എന്നത്, ഇൻസാൻ എന്നുള്ള പേര് തന്നെ വന്നാണ്. ഇണങ്ങുന്നത് എന്നതിൽ നിന്നാണ് ആ പേര് തന്നെ വരുന്നത്. പരസ്പരം ഇണങ്ങാനും ചേർന്നിരിക്കാനും ഭാരങ്ങൾ ഇറക്കി വെക്കാനും സ്നേഹിക്കാനും കാരുണ്യം ചൊരിയാനും ഒരു ഇണ ആവശ്യമാണ്. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നോക്കൂ, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു നൽകി എന്നത്. എന്തിനു വേണ്ടിയാണ്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് സമാധാനം അടഞ്ഞു ചെല്ലുന്നതിനു വേണ്ടി, സമാധാനം അന്വേഷിച്ച് അവൾക്കരികിലേക്ക് നിങ്ങൾ പോകുന്നതിനു വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, മാത്രമല്ല അല്ലാഹു നിങ്ങൾക്കിടയിൽ ഇതാ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. മവദ്ദ, പരസ്പരമുള്ള സ്നേഹം, വറഹ്മ, പരസ്പരമുള്ള കാരുണ്യം. ഇത് ശർഈയായ ഒരു ബന്ധത്തിൽ മാത്രമേ ഈ രണ്ട് സ്വഭാവങ്ങളും തുടർന്നു പോകുള്ളൂ. ഒരു വേശ്യയുടെ അരികിൽ വൃത്തികേടുകൾക്ക് പോകുന്ന ഒരു പുരുഷൻ, അവനെ പെണ്ണിനോട് ചിലപ്പോൾ സ്നേഹമുണ്ടായിരിക്കാം, കാരുണ്യമുണ്ടാവുകയില്ല. ഒരു മനുഷ്യൻ അവന്റെ മാതാവിനെ സ്നേഹിക്കുന്നുണ്ട്, അത് കാരുണ്യമാണ്, ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിലുള്ള സ്നേഹമല്ല. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു ഇത് രണ്ടും നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ വലിയ ആയത്തുകൾ പെട്ടതാണ്. ഇന്നലെ വരെ വേറൊരാളുടെ വീട്ടിൽ കിടന്നിരുന്ന, ഉമ്മാനെ വിട്ടുകിടക്കാൻ പേടിച്ചിരുന്ന, വേറൊരു വീട്ടിലേക്ക് പോകാൻ മടിച്ചിരുന്നിരുന്ന ഒരു സ്ത്രീ ഇന്നു മുതൽ നമ്മളൊപ്പം കിടക്കുകയാണ്. അവളുടെ ഹൃദയമാകെ മാറിപ്പോയിരിക്കുന്നു. ഇപ്പൊ ഇയാളെ വിട്ടുപോകാനാണെങ്കിൽ അവൾക്ക് പ്രയാസം. ഒരു ദിവസം കൊണ്ട് ആളാകെ മാറി. എവിടുന്നാണ് ഈ സ്നേഹം വരുന്നത്? ഇന്നലെ വരെ ഇയാളെ കണ്ടിട്ട് പോലുമില്ല, അയാളുമായി സംസാരിച്ചിട്ട് പോലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളിൽ, അവന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വിവാഹം എന്നത്. എങ്ങനെയാണ് ഒരു ഭാര്യയുടെ ഹൃദയത്തിൽ സ്നേഹം അള്ളാഹു നിശ്ചയിക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പലപ്പോഴും പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരച്ചിലും വീഴ്ചിലും ഞാൻ പോല എന്നൊക്കെ പറയും. പിന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനാണ് കരച്ചിൽ. ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാ പറയാം. നോക്കൂ എങ്ങനെയാണ് ഹൃദയങ്ങൾ മാറി മറിയുന്നത് എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ ആയത്തുകളിൽ പെട്ടതാണിത്. സഹോദരങ്ങളെ, ശർഈയായ ദീനിയായ മതവിലക്കുകൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ബന്ധമെങ്കിൽ ഈ രണ്ട് ഗുണങ്ങൾ നമ്മളിൽ നിന്ന് വേറിട്ടു പോവുകയില്ല. ദീനിയായ കുടുംബ ബന്ധമാണെങ്കിൽ അതിൽ ഈ രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടാവും. ഒന്ന് മവദ്ദ, സ്നേഹം. ഭാര്യ എന്നാൽ കേവലം ലൈംഗിക ബന്ധത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, അതിനുള്ള ഉപകരണമല്ല, മറിച്ച് അവൾ സ്നേഹിക്കാനുള്ളതാണ്, അവൾ കാരുണ്യം കാണിക്കാനുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അവളോട് സ്നേഹം കാണിക്കണം, അവളോട് കാരുണ്യത്തിൽ പെരുമാറണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് സ്നേഹമാണ്. കാരണം വിവാഹത്തിന്റെ തുടക്കത്തിൽ സ്നേഹമാണ് കൂടുതൽ ശക്തമായി ഉണ്ടാവുക. ആദ്യത്തിൽ ഭയങ്കര അടുപ്പം, അങ്ങനത്തെ വർത്താനങ്ങളും അങ്ങനത്തെ തമാശകളും ആയിരിക്കും. കാലം അങ്ങ് ഏറെ പോകുന്നതോടുകൂടി രണ്ടാമത്തെ സ്വഭാവം വർദ്ധിക്കാൻ തുടങ്ങും. തറാഹും, പരസ്പരമുള്ള കാരുണ്യം. ഭാര്യ ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. എങ്ങടേലും പോകുമ്പോൾ തന്നെ ഭാര്യയ്ക്ക് പേടിയാണ്, മരുന്ന് കഴിക്കൂലേ, നമ്മളെ കാര്യം നോക്കാനാണല്ലേ, വെള്ളം അവിടെ ഉണ്ട്, ചോറോട് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ വയസ്സു കൂടുന്തോറും കാരുണ്യമാണ് വർദ്ധിക്കുക. ഇത് ശർഈയായ വിവാഹ ബന്ധങ്ങളിൽ ശക്തമായി കൊണ്ടേയിരിക്കും. ശർഈയായ ദീനിയായ ബന്ധമല്ല എങ്കിൽ ഇത് ദുർബലമായി കൊണ്ടേയിരിക്കും. സ്നേഹമില്ലാതെയാകും, കാരുണ്യമില്ലാതെയാകും. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവന് ദേഷ്യമാണ്, വെറുപ്പാണ്. ദുനിയാവിൽ ആരെ കാണുന്നതും കുഴപ്പമില്ല, ഇവളെ കാണാൻ പറ്റില്ല, അവളുടെ അടുത്തേക്ക് ഇരിക്കാൻ പറ്റില്ല.
ഈ അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നതാണ് പരസ്പരം സ്നേഹിക്കാൻ, അടുക്കാൻ, കാരുണ്യം കാണിക്കാൻ ഒരു ഇണ പുരുഷനും വേണം, സ്ത്രീക്കും വേണം. അതുപോലെ തന്നെ വിവാഹമെന്നത് വലിയ വലിയ തിന്മകളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതിൽ നിന്ന് അവനെ കാത്തുരക്ഷിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. അല്ലയോ യുവാക്കളുടെ സമൂഹമേ, നിങ്ങളിൽ ആർക്കാണ് വിവാഹം സാധിക്കുന്നത്, കല്യാണം കഴിക്കാനുള്ള ശേഷിയുള്ളത്. ശേഷി എന്ന് പറഞ്ഞ അവിടുത്തെ അർത്ഥം സമ്പത്തല്ല. വിവാഹം കഴിക്കാനുള്ള ശാരീരിക ശേഷി ആർക്കാണോ വന്നെത്തിയിട്ടുള്ളത്, ഫൽയതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ, അത് വൈകിപ്പിക്കാതിരിക്കട്ടെ. യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. നിങ്ങളിൽ വിവാഹത്തിന് സാധിക്കുന്നവർ അത് ചെയ്യട്ടെ. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അവന്റെ കണ്ണുകൾ താഴ്ത്താനത് അവനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ്. വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാൻ ഏറ്റവും അവനെ സഹായിക്കുന്ന കാര്യം വിവാഹമാണ്. വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം, ആർക്കെങ്കിലും വിവാഹം സാധിക്കാതെ വരുന്നുണ്ട് എങ്കിൽ അവൻ നോമ്പ് നോൽക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അവന്റെ ഹറാമായ കാര്യങ്ങളിലേക്ക് അവൻ എത്തിപ്പെടുന്നതിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും സ്കൂളുകളിലും മറ്റുമൊക്കെ ഹറാമായ ബന്ധങ്ങൾ ഉള്ളത്, അത്തരം ബന്ധങ്ങൾ ഒരു തെറ്റായി സമൂഹം കാണുന്നില്ല എന്നത് വിവാഹം പലരുടേതും വൈകാനുള്ള ഒരു കാരണമാണ്. ചില ആൾക്കാരോട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി അങ്ങോട്ട് അടിച്ചു പൊളിക്കട്ടെ, ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചാൽ ഈ ഫ്രീഡം ഒക്കെ ഇല്ലാതെയാകും. എന്താണ് പറയുന്ന ഫ്രീഡം? ഹറാമായ ബന്ധങ്ങൾ അതിൽ തുടർന്നു പോവുക എന്നതാണ്. സഹോദര, അത് നിനക്കുണ്ടാക്കുന്ന മുസീബത്തുകൾ വളരെ ഗുരുതരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാൻ, അത്തയ്യിബൂന ലിത്തയ്യിബാത്ത് വത്തയ്യിബാതു ലിത്തയ്യിബീൻ. നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുള്ളതാണ്, നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കുള്ളതാണ്. നിന്റെ തോന്നിവാസങ്ങളിലെല്ലാം മുഴുകി നീ ജീവിച്ചതിന് ശേഷം വിവാഹം കഴിക്കാൻ വരുമ്പോ പിന്നെ ഓന് ഇല്ലാത്ത ഷർത്തില്ല. ഈ സ്ത്രീ അങ്ങനെയായിരിക്കണം, ഒരാളെ മൊത്തം വെക്കാൻ പാടില്ല, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കാണ്, നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നല്ല പുരുഷന്മാരാണെങ്കിൽ നല്ല സ്ത്രീയെ കെട്ടണം എന്ന കൽപ്പനയാണത്. വേറെ ചിലർ പറഞ്ഞു, അങ്ങനെ ഒരു കൽപ്പനയും ഈ ആയത്തിലുണ്ട്. അതോടൊപ്പം അള്ളാഹു പറയുകയാണ്, പൊതുവെ ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ അവൻ ലഭിക്കുന്ന ഭാര്യ നല്ലതായിരിക്കും, ഒരു സ്ത്രീ നല്ലവളാണ് എങ്കിൽ അവൻ ലഭിക്കുന്ന ഭർത്താവ് നല്ലതായിരിക്കും പൊതുവെ. ഇനി ഈ പറഞ്ഞതിന്റെ അർത്ഥം നീ തോന്നിവാസത്തിലൊക്കെ ജീവിച്ച് നിന്റെ ഭാര്യനെ അതിന്റെ അടിസ്ഥാനം സംശയിക്കാന്നല്ല. അങ്ങനെ ചില ആൾക്കാർ ചിന്തിക്കും. ഞാനത് പറയുന്നത് അതിനു വേണ്ടിയാണ്. പലപ്പോഴും ഹറാമുകളിൽ ജീവിതം നയിച്ചാൽ പിന്നെ അവന്റെ വിവാഹ ജീവിതം വളരെ പ്രയാസത്തിലായിരിക്കും. അവന് ഭാര്യയുടെ കാര്യത്തിൽ എപ്പോഴും സംശയമായിരിക്കും. അതുപോലെ തന്നെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, വിവാഹം കഴിച്ച് മരിക്കുന്നവരെ ഇവന് ഉറപ്പില്ല ഈ ഹറാമായ ബന്ധങ്ങളിൽ അകപ്പെട്ട ഈ പെണ്ണുങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം അവന്റെ വാതിൽ വന്ന് മുട്ടോ എന്നുള്ളത്. എന്നും അത് പേടിച്ചിട്ടാണ് കിടക്കേണ്ടി വരാ. നാളെ നിന്റെ കുട്ടികൾ, നിനക്ക് മക്കളുണ്ടാകും, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഇത്തരം ഹറാമായ ബന്ധങ്ങളിൽ അകപ്പെട്ടാൽ മരണം വരെ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ പറ്റൂല. എന്നാണ് ഈ പറഞ്ഞ ബന്ധങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു കയറി വരെ നമുക്ക് പറയാൻ പറ്റൂല. എത്രയെത്ര കുടുംബങ്ങൾ അങ്ങനെ നശിച്ചു പോകുന്നു, എത്രയെത്ര ബന്ധങ്ങൾ അങ്ങനെ തകർന്നു പോകുന്നു. സ്കൂളുകളിലും മറ്റുമൊക്കെ ബാക്കി വെച്ച ബന്ധങ്ങൾ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ ആൾക്കാർ പൊടി തട്ടിയെടുക്കാൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ സഹോദര, ഇസ്ലാം അനുവദിച്ച ഈ മാർഗം അത് നീ പ്രാവർത്തികമാക്കുക. ഹറാമായ ബന്ധങ്ങളിലേക്ക് നീ പോകരുത്. നിനക്ക് ദുനിയാവിൽ ഉപദ്രവമാണ്, ആഖിറത്തിൽ ഉപദ്രവമാണ്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായി പറഞ്ഞതാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആണാണെങ്കിൽ പുരുഷനാണെങ്കിൽ അവന് ലൈംഗിക തൃഷ്ണകൾ ഉണ്ടായിരിക്കും. അതുണ്ടായാൽ അത് തീർക്കാൻ
അവന്റെ ഭാര്യ അടുത്തുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, ഇദാ അഹദുകും അഅജബത്ഹുൽ മർഅ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ടു, അവളോട് താല്പര്യം തോന്നി, ഫവഖഅത് ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ആ പെണ്ണിന്റെ ഭംഗി തറച്ചുപോയാൽ, ഫൽയഅ്മിദ് ഇലാ ഇംറഅതിഹി ഫൽയുവാഖിഅഹ, അവന്റെ ഭാര്യയുടെ അരികിൽ ചെല്ലട്ടെ, ഭാര്യയുമായി ബന്ധപ്പെടട്ടെ. ഫഇന്ന ദാലിക യറുദ്ദു മാ ഫീ നഫ്സിഹി, അത് അവന്റെ ഖൽബിലുള്ള ഹൃദയത്തിലുള്ള ആ തോന്നലിനെ ഇല്ലാതെയാക്കുന്നതാണ്. വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന പല ആളുകളും പാലിക്കാത്ത ഒരു ചികിത്സാവിധിയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ വഴിയിൽ വെച്ച് കാണും, അയൽവാസിയോ മറ്റോ ആരെങ്കിലും ഒരെയൊക്കെ കാണും, അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ഭംഗിയിൽ ഇവൻ ആകൃഷ്ടനായാൽ അവന്റെ ഭാര്യയുടെ അരികിലേക്ക് അവൻ ചെല്ലില്ല. പിന്നെ ആ കുത്തിങ്ങനെ വളർന്ന് 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 വലുതായി അത് വലുതായി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തിപ്പെടും. അത്തരം തോന്നലുകൾ എന്തെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അവൻ എൻ്റെ ഭാര്യ അടുത്തേക്ക് ചെല്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ കാണാം, അവൾക്കുള്ളതെല്ലാം ഇവൾക്കുമുണ്ട്, നീ ആ കണ്ട പെണ്ണിന്റെ അടുക്കലുള്ളതെല്ലാം നിന്റെ ഭാര്യയുടെ അടുക്കലുമുണ്ട്. വലിയ ചികിത്സാവിധിയാണ്. ഹറാമായ കാര്യങ്ങൾ കണ്ടാൽ അവനവന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലാം. അത് അവന്റെ ഹൃദയത്തിൽ ബാധിച്ച ഹറാമിനെ, അവന്റെ ഹൃദയത്തിൽ ബാധിച്ച ആ പ്രശ്നത്തെ നീക്കം ചെയ്യാനുള്ള ഫലപ്രദമായ മാർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഇതുപോലെ സഹോദരങ്ങളെ, അനേകം ലക്ഷ്യങ്ങൾ വിവാഹത്തിന് പിന്നിലുള്ളതായി കാണാൻ സാധിക്കും. പൊതുവെ മുസ്ലിം ഉമ്മത്തിലെ പിതാക്കന്മാർ, ഉമ്മമാർ, യുവാക്കൾ എല്ലാവരും വിവാഹത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുവാക്കളോട് വിവാഹം കഴിക്കാൻ കൽപ്പിക്കുന്ന ധാരാളം കൽപ്പനകൾ കാണാം. ഇന്ന് പലപ്പോഴും എത്രയോ ആൺകുട്ടികൾ പ്രായമായിട്ട് വിവാഹം കഴിക്കാതെ പ്രയാസപ്പെടുന്നവരെ കാണാം. വീട്ടിൽ തടസ്സാണ്, പാപ്പമാര് സമ്മതിക്കൂല, ഉമ്മ സമ്മതിക്കൂല, കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ കാണാം. സഹോദര, നിന്റെ കീഴിൽ ഒരു ആൺമകൻ ഉണ്ട് എങ്കിൽ, ആൺകുട്ടി ഉണ്ട് എങ്കിൽ അവനെ നീ സഹായിക്കുക ഈ കാര്യത്തിൽ. അള്ളാഹു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബ് അൽ ആഖിറ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ ദുനിയാവിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ അള്ളാഹു അവന്റെ പരലോകത്തുള്ള പ്രയാസങ്ങൾ അവന് നീക്കിക്കൊടുക്കുന്നതാണ്. നിന്റെ സ്വന്തം വീട്ടിൽ നിന്റെ സ്വന്തം മകനായി കഴിഞ്ഞുകൂടുന്ന നിന്റെ മകൻ അവൻ അനുഭവിക്കുന്ന ആ പ്രയാസം, അത് നീ പരിഗണിക്കേണ്ട കാര്യമാണ്. പല ആളുകളും കുട്ടികൾക്ക് പ്രായമായാലും വയസ്സായാലും വിവാഹം കഴിപ്പിക്കുന്നില്ല. അവനൊരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ നടന്നുപോയാൽ കുഴപ്പമില്ല, അതൊക്കെ പ്രശ്നമല്ല, ഇപ്പൊ കാലഘട്ടത്തിൽ എന്ന് പറയും അല്ലെ. ഒരു ചെക്കൻ അവന്റെ ബൈക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇരുത്തി പോയി കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമല്ല. എന്നാൽ ആ പ്രായത്തിലെങ്ങാനോ കല്യാണം കഴിച്ചാലോ അവന്റെ വീട്ടിലെ ഖിയാമത്ത് നാൾ അന്ന് ആരംഭിക്കും. എത്രയെത്ര വീടുകളിൽ ഈ അവസ്ഥയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ആൺമക്കളെ നൽകി അനുഗ്രഹിച്ച പിതാക്കന്മാർ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവന്റെ റൂമിലിരുന്നാൽ, മൊബൈലിൽ ഇരുന്നാൽ ഒരു മനുഷ്യനും കാണാതെ ഹറാമുകൾ എത്ര വേണമെങ്കിലും കാണാൻ വഴിയുണ്ട്. തോന്നിവാസങ്ങളുടെ മാർഗങ്ങൾ ഇതാ, ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിയാൽ തുറന്നു വെച്ചു കൊടുക്കാൻ, ആൾക്കാരോട് കാത്തിരിക്കാൻ, വൃത്തികേടുകളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി പോയിക്കൊണ്ടിരിക്കാൻ, പരസ്യമായി ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കാൻ. ഈ കാലഘട്ടത്തിൽ അല്ലേ, കല്യാണം കഴിച്ച വാപ്പ വരെ പ്രയാസപ്പെടുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ, ദീനുള്ള ആളാണെങ്കിൽ. അപ്പോൾ ഈ പ്രായത്തിൽ ജീവിക്കുന്ന യുവാക്കൾ, കുട്ടികൾ, കൗമാരക്കാർ, അവരുടെ പ്രയാസം എന്തായിരിക്കും? അതുകൊണ്ട് തന്റെ കീഴിൽ ആൺമക്കളുണ്ട് എങ്കിൽ അവരുടെ കാര്യത്തിൽ വാപ്പമാർ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവർക്ക് പ്രായമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അതിൽ വൈകിക്കാൻ പാടില്ല, അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ കീഴിൽ പെൺമക്കളുണ്ട് എങ്കിൽ അവർക്ക് നല്ല വിവാഹാലോചനകൾ വന്നാൽ അത് തടുത്തു വെക്കരുത്. അർത്ഥമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞത് മാറ്റിവെക്കരുത്. പല നല്ല പെൺകുട്ടികളെയും വിവാഹം ആലോചിക്കാൻ ചെന്നാൽ
വാപ്പമാരെ സ്വഭാവമാകെ മാറും. അവളെ പ്രായം എന്താ, പഠിക്കല്ലേ, കുറച്ചുകൂടി പഠിക്കട്ടെ. 1-2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അയാൾ വരുന്നത് എന്തിനാ? ഭാര്യ മോള് ഏതൊക്കെയോ ആളെ ഒപ്പം പോകുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നത്തിലാണ്, നിങ്ങളൊന്ന് ഉപദേശിക്കാൻ വരും. എത്ര പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എത്ര സ്ഥലങ്ങളിൽ, 1-2 സ്ഥലങ്ങളിലാണോ? ഒരു പെൺകുട്ടി വിവാഹം ആലോചിച്ച് ചെന്നാൽ പല വാപ്പമാരും പറയുന്ന മറുപടി, അവള് പഠിക്കട്ടെ, എന്റെ മോൾക്ക് ഇത്ര റാങ്ക് ഉണ്ട്, അവളെ സ്കൂളിലെ മാർക്കുകൾ കണ്ടിക്കണോ. വലിയ അഹങ്കാരം പറയും. 2 വർഷം കഴിഞ്ഞാൽ ഇയാൾ തന്നെ കാണാൻ വരുന്നത്. ഇത്ര സ്ഥലങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലാത്ത കാര്യമാണോ ഞാൻ പറയുന്നത്? അല്ല, പലർക്കും ഇതൊക്കെ അറിയാം. എന്നാലും നമ്മളിൽ പലരും വീണ്ടും ഇതേ തെറ്റുകൾ ആവർത്തിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. നിങ്ങളുടെ അരികിൽ 2 ഗുണങ്ങളുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ അയാൾക്ക് നിങ്ങൾ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. എന്താ 2 ഗുണം? കല്യാണം കഴിക്കാൻ ആലോചിച്ചു പോകുന്ന ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട 2 ഗുണങ്ങളാണിത്. മിമ്മൻ തർദൗന ഖുലുഖഹു വദീനഹു, അവന്റെ നല്ല സ്വഭാവം, അവന്റെ ദീന്. ഈ 2 കാര്യമാണ് ഒരു നല്ല ഭർത്താവിന് വേണ്ട ഗുണങ്ങൾ. നല്ല സ്വഭാവമുണ്ട് എങ്കിൽ അവളുടെ അരികിൽ തെറ്റു വന്നാൽ അവൻ പുറത്തു കൊടുക്കും. നല്ല ദീനുണ്ട് എങ്കിൽ അവൾക്കുള്ള ഹക്കുകൾ, അവകാശങ്ങൾ അവൻ അത് പൂർത്തീകരിച്ച് നൽകും. അങ്ങനത്തെ ഒരാളാണ് ഭർത്താവായി തിരഞ്ഞെടുക്കേണ്ടത്. നല്ല സ്വഭാവമുള്ള, നല്ല ദീനുള്ള ഒരാൾ. നിങ്ങളുടെ മകളെ വിവാഹം ആലോചിച്ചു വന്നാൽ ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുക. ഇല്ലാ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദി വഫസാദുൻ അരീദ്, ഭൂമിയിൽ വലിയ കുഴപ്പവും വലിയ പ്രശ്നവും സംഭവിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിവാഹം വൈകിപ്പിക്കുന്നതിന്റെ പ്രശ്നം നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹറാമായ ബന്ധങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ വിവാഹം, അതിന്റെ പ്രായം ഇങ്ങനെ നീട്ടിവെക്കുന്നത് കൊണ്ടാണ്. ആളുകൾ പറയും, എത്ര ചെറിയ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചാൽ എന്താ ഒരു പക്വത വന്നിട്ടില്ല എന്ന് പറയുന്നവന്റെ വാപ്പയമ്മയും കല്യാണം കഴിച്ച എത്രാമത്തെ വയസ്സിലാ? 13 വയസ്സിൽ, 19 വയസ്സിൽ. ഈ വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് ഇവന് എന്തെങ്കിലും കുറവുണ്ടോ? അവന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കണോ? അവന്റെ പക്വതക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ പറഞ്ഞ ആളുകളൊക്കെ പണ്ട് കല്യാണം കഴിച്ചിരുന്ന പ്രായതാണ്. അവന്റെ ഉമ്മ അല്ലെങ്കിൽ അവന്റെ വല്യമ്മ ഇവരൊക്കെ കല്യാണം കഴിച്ചത്. അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാവാൻ പോകുന്നില്ല. 18 വയസ്സായാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ അനുവദിക്കപ്പെട്ട പ്രായതാണ്. അപ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ആളുകൾ പറയും പക്വത വരട്ടെ, പക്വത വരട്ടെ. സഹോദര, വിവാഹത്തിന്റെ തുടക്കത്തിൽ എന്തിനാണ് ഇതിന് മാത്രം വലിയ പക്വത? അവർ സന്തോഷിക്കട്ടെ, അവർ സന്തോഷിക്കേണ്ട പ്രായമാണിത്. വലിയ പക്വത ഒന്ന് ഭയങ്കര ഗൗരവത്തിൽ ഭർത്താവും ഭാര്യ ഇരിക്കുക, ഇതിനാ വിവാഹം കഴിക്കുന്നത്? സന്തോഷിക്കാനാണ് വിവാഹം കഴിക്കുന്നത്. ആളുകൾ അനാവശ്യമായ ന്യായങ്ങൾ പറയും. ഈ ന്യായം ഒന്ന് ആരെങ്കിലും ഗേൾഫ്രണ്ടിന്റെ കാര്യത്തിൽ പറയോ? ബോയ്ഫ്രണ്ടിന്റെ കാര്യത്തിൽ പറയില്ല, പറയില്ല. ഇതൊക്കെ പിശാച് മുന്നിൽ ഇട്ടുകൊടുക്കുന്ന അനാവശ്യമായ ന്യായങ്ങളാണ് പലതും. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞില്ല. വാപ്പമാരും ഉമ്മമാരും അവരവരുടെ പെൺമക്കൾ അവരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. നല്ല അദബ് നൽകുക എന്നതിനേക്കാൾ മഹത്തരമായ മറ്റൊരു സമ്മാനവും ഒരു വാപ്പാക്കോ ഒരു ഉമ്മാക്കോ അവന്റെ മകന് അല്ല അവന്റെ മകൾക്ക് നൽകാനില്ല. നല്ല അദബിനേക്കാൾ. പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നല്ല ഒരു ഭാര്യയായി മാറാൻ, നല്ല ഒരു ഉമ്മയായി മാറാനുള്ള പരിശീലനം അവൾക്ക് നൽകണം. ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം, വിവാഹ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നവർ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ പലർക്കും ചിലപ്പോൾ എങ്ങനെയാണ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയുന്നില്ല, എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അവൾ ചിലപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവില്ല, ഇന്ന് വരെ ഒരു നേരത്തെ ഭക്ഷണം വൈകിട്ടുണ്ടാവില്ല, ഇന്ന് വരെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അത് ശരിയാക്കിയിട്ടുണ്ടാവില്ല. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ കാര്യം അതുപോലെ തന്നെ.
ഈ രണ്ടാളുകൾ തമ്മിൽ ചേരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുട്ടിനെ എങ്ങനെ വളർത്തിക്കുന്നത്? ചെറിയ പ്രായം മുതലേ ചോദിച്ചതെല്ലാം വാങ്ങിച്ചു കൊടുക്കും, ഒരു സാധനം പോലും വാങ്ങിച്ചു കൊടുക്കാത്തതില്ല. അവൾ ഇന്ന് വരെ കരഞ്ഞിട്ടില്ല. പല ആൾക്കാരും കെട്ടിച്ചു വിടുമ്പോൾ പറയലെന്നെ അങ്ങനെയാണ്, ഞാൻ ഇന്ന് വരെ അവളെ കരയിപ്പിച്ചിട്ടില്ല. കുട്ടികൾക്ക് എല്ലാ സുഖങ്ങളും നൽകിയിട്ടുണ്ട്. നാളെ എല്ലാ സുഖത്തിലും ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. എല്ലാ സുഖത്തിലും മനുഷ്യന് ഒരു കാലത്തും ജീവിക്കാൻ പറ്റൂല. കുറച്ച് പ്രയാസങ്ങൾ നാളെ നേരിടേണ്ടി വരും. അതിന് മക്കളെ തയ്യാറാക്കണം അല്ലേ? പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ചെറിയ പെൺകുട്ടികൾക്ക് പാവക്കുട്ടികളെ കളിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പാവക്കുട്ടികളെ പിന്നെ കൊണ്ട് കളിക്കാൻ ചെറിയ പ്രായത്തിൽ അനുവാദമുണ്ട്. അതിന്റെ കാരണമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് പെൺകുട്ടികൾക്ക് മക്കളെ വളർത്താനും മറ്റുമുള്ള പരിശീലനത്തിനു വേണ്ടിയാണ് അനുവദിച്ചത്. കണ്ടില്ല, ചെറിയ പെൺകുട്ടികൾ പാവനങ്ങനെ ഉറക്കി കൊടുക്കും, അതിന് പാൽ കൊടുക്കും, അതിന് തിന്നാൻ കൊടുക്കും. ഇങ്ങനെ ആ പെൺകുട്ടിയെ തദ്രീബ് ചെയ്യുന്നതിന് വേണ്ടി അവളെ വളർത്തിക്കൊണ്ട് പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് ഇത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മക്കളെ വിവാഹം കഴിപ്പിച്ചു നൽകുന്നതിൽ ശ്രദ്ധ കാണിക്കണം. അതുപോലെ തന്നെ വിവാഹം ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അവർ ഓർക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, 3 വിഭാഗം ആളുകൾ അവരെ സഹായിക്കുക എന്നത് അള്ളാഹു അവന്റെ മേൽ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. ഒന്നാമത്തെ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി പുറപ്പെട്ടിറങ്ങുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ആൾ വൽ മുകാതബു അല്ലദീ യുരീദുൽ അദാ, അടിമത്തത്തിൽ നിന്ന് മോചിതനാകുന്നതിനു വേണ്ടി ഉടമയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരു അടിമ ഉടമസ്ഥന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി, അടിമത്തത്തിൽ നിന്ന് മോചിതനാകുന്നതിനു വേണ്ടി കരാർ ചെയ്തു, എത്ര കാലത്തിനോട് ഇത്ര പൈസ തരാം. അങ്ങനെ ഒരാൾ കരാറിൽ ഏർപ്പെട്ടു, അവൻ ഇത് പൂർത്തീകരിക്കാനുള്ള ഉദ്ദേശത്തിലാണ് എങ്കിൽ അവനെ സഹായിക്കുക എന്നത് അള്ളാഹു അവന്റെ മേൽ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. മൂന്നാമത്തെ ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വന്നാകിഹു അല്ലദീ യുരീദുൽ അഫാഫ്, തന്റെ ദീന് സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ വിവാഹം കഴിക്കുന്നവരെ സഹായിക്കുക എന്നത് അള്ളാഹു അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. ദീന് സംരക്ഷിക്കാൻ വേണ്ടി ഹറാമിലേക്ക് വീണു പോകുമോ എന്ന് ഭയക്കുന്നത് കാരണത്താൽ വിവാഹം കഴിക്കുന്നവരെ സഹായിക്കുക എന്നത് അള്ളാഹു അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. ഉദ്ദേശം ഇതായിരിക്കണം, എന്റെ പ്രായത്തിൽ എല്ലാവരും കെട്ടി, ഇനിയിപ്പോ ഞാനും കൂടി കെട്ടിയില്ലെങ്കിൽ എന്താവും, ഇങ്ങനല്ല. അല്ലെങ്കിൽ എല്ലാവരും കെട്ടുന്നതല്ല, അതുകൊണ്ട് ഞാനും കെട്ടട്ടെ, അങ്ങനല്ല. അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരാൾ വിവാഹം കഴിച്ചാൽ അവനെ സഹായിക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. വിവാഹം ആഗ്രഹിക്കുന്ന പലരും പറയാറുണ്ട്, വീട്ടിൽ പ്രശ്നമാണ്, കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, പലപ്പോഴും അങ്ങനത്തെ പരാതി നാട്ടുകാരോട് എല്ലാവരോടും പറയുന്നതിന് മുൻപ് അള്ളാഹുവോട് പറയാം, നന്നായി ദുആ ചെയ്യാം. വിവാഹം നേരത്തെയാക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളാകട്ടെ യുവതികളാകട്ടെ, അവർക്കിത് വീട്ടിൽ പറയാൻ പ്രയാസം ഉണ്ടാവും. പാനോടും ഉമ്മാനോട് എങ്ങനെ ഇത് പറയാ, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അള്ളാഹുവിനോട് പറയാം. അതിനുശേഷം വീട്ടിൽ ഇത് അറിയിക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ അവരോട് പറഞ്ഞു വെക്കാം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഈ പ്രയാസം അനുഭവിക്കുന്ന പലരും പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്, വീട്ടിൽ സമ്മതം കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണം? ദുആ ചെയ്യാം. വീട്ടുകാരെ തെറ്റിച്ചുകൊണ്ടോ വീട്ടുകാരെ പിണക്കിക്കൊണ്ടോ വിവാഹത്തിലേക്ക് എടുത്തു ചാടാതിരിക്കുക തുടക്കത്തിൽ, മറിച്ച് പരമാവധി ദുആ ചെയ്യുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, സാധ്യമായ വഴികളൊക്കെ നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നത് അവൻ സ്വയം ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ കുറേ ആളുകളുടെ അത്ഭുതകരമായ കഥകൾ പറയാനുണ്ട്. വിവാഹം കഴിക്കാൻ ഇങ്ങനെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് ആ വഴികൾ എളുപ്പമായി തീർന്ന എത്രയോ ആളുകളുടെ സംഭവങ്ങൾ പറയാൻ സാധിക്കും. ദുആഇന്റെ കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല, മറക്കാൻ പാടില്ല. നന്നായി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നതിൽ സംശയമില്ല. സഹോദരങ്ങളെ, എന്താണ് വിവാഹം കഴിക്കുന്നതിന്റെ ഇസ്ലാമിലെ വിധി? അതാണ്
മൂന്നാമത്തെ കാര്യം, വിവാഹത്തിന്റെ പ്രാധാന്യം, അതിന്റെ ലക്ഷ്യം, വിവാഹത്തിന്റെ വിധി എന്താണ്, ഇസ്ലാമിൽ അതിന്റെ വിധി എന്താണ്. വിവാഹം ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻകിഹുൽ യതാം അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് നൽകുക നിങ്ങളുടെ കൂട്ടത്തിലെ യതീമുകളായ ആളുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ സാലിഹീങ്ങൾ, നല്ല മനുഷ്യന്മാർ, സച്ചരിതരായ ആളുകൾ. ഇയകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അവർ ദരിദ്രരാണ് എങ്കിൽ അള്ളാഹു അവർക്ക് ധന്യത നൽകുന്നതാണ്. നിങ്ങൾ പേടിക്കേണ്ടതില്ല. ചില രക്ഷിതാക്കളെങ്കിലും പറയാറുള്ളത്, അവന്റെ കയ്യിൽ എവിടെ ഭാര്യനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിന്നാൻ കൊടുക്കാനുള്ള പൈസ. സഹോദര, അള്ളാഹു അവന് നൽകും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തന്ന വാഗ്ദാനമാണ്. ചില പണ്ഡിതന്മാർ സമ്പത്ത് വർദ്ധിക്കാനുള്ള വഴികളിൽ ഒന്നായി വിവാഹം പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകാനുള്ള വഴികളിൽ ഒന്നായി വിവാഹം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഒരാളും കൂടി വീട്ടിലേക്ക് കയറി എന്നാൽ അവൾക്കും കൂടി ഒരു പാത്രം ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഏത് വീടാണ് നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് അന്നത്തെ കാലത്തുള്ളത്? അത്രയും പ്രയാസമുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ൽ അതിനെ നിങ്ങൾ ചെറുതായി കാണരുത്. വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കുന്നവർ കഴിച്ചു കൊടുക്കാൻ. ശരി, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം കഴിക്കാൻ കൽപ്പിക്കുകയാണ്. ഒരാൾ വിവാഹം ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന ഉദ്ദേശത്തിൽ വിവാഹം ഉപേക്ഷിച്ചാൽ അത് ഹറാമാണ്. ഒരാൾ പറയാൻ, ഞാൻ സന്യാസ ജീവിതം നയിക്കാൻ, ബ്രഹ്മചാരിയാവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അതിലൊരു ഇബാദത്ത് പ്രതീക്ഷിച്ചാൽ, അതിലൊരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ വിവാഹം ഉപേക്ഷിച്ചാൽ അത് ഹറാമാണ്, ഗുരുതരമായ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ 3 ആളുകൾ വന്ന സംഭവം നിങ്ങൾ പലരും ധാരാളം തവണ കേട്ടിട്ടുണ്ടാവും. അതിലൊരാൾ പറഞ്ഞത് എന്താണ്? ഞാൻ വിവാഹം കഴിക്കില്ല എന്നാണ്. ഒരാൾ പറഞ്ഞു, ഞാനിതാ വിവാഹം കഴിക്കില്ല, ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കണം, പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തടസ്സാവും, പിന്നെ കുട്ടിയായി ഇവരെ നോക്കണം, അതുകൊണ്ട് ഞാൻ ഇതാ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശക്തമായി ആക്ഷേപിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാനിതാ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, വിവാഹം പുണ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾ ഉപേക്ഷിച്ചാൽ അത് ഹറാമാണ്. എന്നാൽ വിവാഹം കഴിക്കുന്നതിന്റെ വിധി എന്താണ്? 2 രൂപത്തിലാണ് വിവാഹം കഴിക്കുന്നതിന്റെ വിധി വരിക. ചില ആളുകളുടെ കാര്യത്തിൽ വിവാഹം കഴിക്കുക എന്നത് നിർബന്ധമാണ്, വാജിബാണ്. അവനത് ഉപേക്ഷിച്ചാൽ, സാധിച്ചിട്ടും ഒഴിവാക്കിയാൽ അവൻ കുറ്റക്കാരനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷക്ക് കാരണമാകുന്ന പ്രവൃത്തിയാണ് അവൻ ചെയ്തിട്ടുള്ളത്. ആരാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ ആൾ? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ അയാൾ വിവാഹം ഉപേക്ഷിച്ചാൽ, വിവാഹം കഴിക്കാതിരുന്നാൽ വ്യഭിചാരത്തിലേക്ക് താൻ വീണുപോകുമെന്ന് ഭയക്കുന്നുണ്ട്. വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ വ്യഭിചാരത്തിലേക്ക് വീണുപോകുമെന്ന് അയാൾ പേടിക്കുന്നുണ്ട്. അയാൾക്ക് വിവാഹം കഴിക്കാൻ സാധ്യമായ അവസ്ഥയുമുണ്ട്. അത്തരം ഒരാൾ വിവാഹം കഴിക്കാതെ പിന്തിച്ചാൽ അയാൾ കുറ്റക്കാരനാണ്. ഇത് പുരുഷന്റെ കാര്യമാണ്. ഒരു പുരുഷനായ ഒരാൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഹറാമിൽ വീണുപോകുമെന്ന് അയാൾക്ക് നല്ല പേടിയുണ്ട്. അതിനുള്ള അവസ്ഥകൾ ആ നാട്ടിൽ കൂടുതൽ ലഭ്യമാണെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ നാട്ടിൽ കൂടുതൽ പരന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത്തരം ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് വിവാഹം കഴിക്കാനുള്ള സൗകര്യം മുന്നിലുണ്ട് എങ്കിൽ വിവാഹം കഴിക്കൽ നിർബന്ധമാണ്. അത് ഉപേക്ഷിച്ചാൽ കുറ്റക്കാരനാണ്. സ്ത്രീയാണെങ്കിലോ, അവൾ വ്യഭിചാരത്തിലേക്ക് വീണുപോകുമെന്ന് അവൾക്ക് പേടിയുണ്ട്. അവളെ വിവാഹം കഴിക്കാൻ ഒരാൾ ആലോചിച്ചു വരികയും ചെയ്തു എങ്കിൽ വിവാഹം കഴിക്കൽ ആ സ്ത്രീയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അവളുടെ വലി അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, പിന്തിക്കാൻ പാടില്ല, വൈകിപ്പിക്കാൻ പാടില്ല. ഇതാണ് വിവാഹം വാജിബാകുന്ന സന്ദർഭം. രണ്ടാമത്തേത് വിവാഹം സുന്നത്താകുന്ന സമയമാണ്. പ്രബലമായ സുന്ന മുഅക്കദ, വളരെ പ്രബലമായ സുന്നത്ത് എന്ന് പറയാവുന്ന സന്ദർഭമാണ്. അതെപ്പോഴാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ
അയാൾ വ്യഭിചാരത്തിലേക്ക് വീണുപോകുമെന്ന് പേടിക്കുന്നില്ല. വിചാരത്തിലേക്ക് പോകില്ല എന്ന് അയാൾക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്. നാട്ടിൽ ഹറാമായ കാഴ്ചകളും മറ്റൊന്നും അധികമില്ല. അയാൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ വ്യഭിചാരത്തിലേക്കൊന്നും പോകില്ല എന്ന് അയാൾക്കറിയാം. വല്ല ഇസ്ലാമിക രാജ്യത്തോ മറ്റൊക്കെ ആണെങ്കിൽ പൊതുവെ ഹറാമുകൾ പുറത്തേക്ക് ഇറങ്ങി കാണില്ല. അവിടെ അയാൾ ഹറാമിലേക്ക് പോവില്ല എന്ന് അയാൾക്ക് ഏതാണ്ട് ഒരു ഉറപ്പുണ്ട്. അയാൾക്കാകട്ടെ വിവാഹത്തിനുള്ള സൗകര്യങ്ങൾ എളുപ്പമായി മുന്നിലുണ്ട്, വിവാഹം സാധിക്കും ചെയ്യും. എങ്കിൽ അയാൾ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് സുന്നത്താണ്, സുന്ന മുഅക്കദ, വളരെ പ്രബലമായ സുന്നത്താണ്. പക്ഷെ അയാൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾ തെറ്റുകാരനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതിന് തെളിവായി പണ്ഡിതന്മാർ ശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ തെളിവായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദതൻ ഔ മാ മലകത് ഐമാനുകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, നിങ്ങൾ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കാൻ സാധിക്കില്ല, ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചാൽ നീതി കാണിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട് എങ്കിൽ ഫവാഹിദ, ഒരാളെ കല്യാണം കഴിക്കുക. ഔ മാ മലകത് ഐമാനുകും, അതല്ലെങ്കിൽ അടിമകളെ സ്വീകരിക്കുക. നിങ്ങൾക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിൽ അടിമത്തം അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അടിമകളില്ല, പക്ഷെ അത് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നബി അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് കാര്യങ്ങൾക്കിടയിൽ തെരഞ്ഞെടുക്കാൻ അള്ളാഹുർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഒന്നല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ അടിമനെ സ്വീകരിക്കുക. അടിമനെ സ്വീകരിക്കൽ എന്തായാലും നിർബന്ധമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് നിർബന്ധമല്ലെങ്കിൽ മറ്റേ സുന്നത്തായിരിക്കണം. അത് റസൂലുൽ ഫഖഹിലെ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതായി കാണാം. അപ്പോൾ സഹോദരങ്ങളെ, വിവാഹം വിചാരത്തിലേക്ക് പോകുമെന്ന് പേടിക്കുന്ന, ഹറാമിലേക്ക് വീണുപോകുമെന്ന് പേടിക്കുന്നവന് നിർബന്ധമാണ്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് വിവാഹം കഴിയുമെങ്കിൽ അത് നിർവഹിക്കൽ സുന്ന മുഅക്കദ, പ്രബലമായ സുന്നത്താണ് എന്ന് പറയേണ്ടി വരും. ഇനി ജനങ്ങൾക്ക് പൊതുവെ പ്രശ്നമായി തോന്നാറുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ഒരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഒന്നിലധികം വിവാഹം കഴിക്കുന്നതിന്റെ വിധി എന്താണ്? ബഹുഭാര്യത്വത്തിന്റെ വിധി എന്താണ്? ഇത് പൊതുവെ ആളുകൾ അന്വേഷിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. അല്ലെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലാണ് ഇത് പറയുന്ന സമയത്ത് നമ്മൾ അകപ്പെടുക. രണ്ടുപേരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ബഹുഭാര്യത്വത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട നിയമമാണ്. അള്ളാഹു അനുവദിച്ച് നൽകിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിനെ നിഷേധിക്കുക എന്നത്, അതിനെ തള്ളി പറയുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല. ആരെങ്കിലും അള്ളാഹു അത് ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ടതിന് ശേഷവും അത് മോശമാണ് എന്നോ വൃത്തികെട്ട നിയമമാണ് എന്നോ പരിഷ്കൃതമല്ലാത്ത നിയമമാണ് എന്നോ ഒക്കെ പറഞ്ഞാൽ ഇത് വളരെ ഗുരുതരമായ തെറ്റാൻ ചിലപ്പോൾ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. ബഹുഭാര്യത്വമാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുഭർത്തൃത്വം എന്നത് അനുവദിക്കപ്പെട്ടിട്ടില്ല, ഒന്നിലധികം ഭർത്താക്കന്മാർ എന്നത്. ഇത് പൊതുവെ പറയേണ്ടതില്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് പറയാതെ വിടാൻ പറ്റില്ല. പലപ്പോഴും ബഹുഭാര്യത്വത്തെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ചില ആളുകൾ ചോദിക്കുന്ന, പിന്നെ ഒരു പെണ്ണിനെന്താ ഒന്നിലധികം ഭർത്താക്കന്മാരെ കെട്ടിയാൽ എന്ന് ചോദിക്കുന്ന വിവരദോഷികളെ കാണാൻ സാധിക്കും. മുസ്ലിം പേരുള്ള ആൾക്കാരെന്നെ ചിലപ്പോൾ ചോദിക്കുന്നത് കാണാം, അതെ പെണ്ണിന് മാത്രം, പെണ്ണുങ്ങളെ മാത്രം രണ്ടെണ്ണം കെട്ടാൻ, ആണുങ്ങളെ രണ്ടെണ്ണം കെട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നവരെ കാണാൻ സാധിക്കും. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്ര ഗുരുതരമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അത് അനുവദിക്കാത്തത്. ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിച്ചാൽ കുട്ടിയുടെ പിതാവ് ആരാണ് എന്നത് വ്യക്തമാവില്ല. അതോടുകൂടി പിന്നെ കുടുംബ ബന്ധങ്ങളാകെ താറുമാറാകും. പിന്നീട് ചിലപ്പോൾ വിവാഹം കഴിക്കുന്നത് ചിലപ്പോൾ ആരായിരിക്കും? പെങ്ങളും ആങ്ങളായിരിക്കും, അറിയില്ല. ഒരുത്തന്റെ കുട്ടിയായിരിക്കും, അവന് ചിലപ്പോൾ വേറെ ഒരു സ്ഥലത്ത് കുട്ടി ഉണ്ടായിട്ടുണ്ടാവും. ഇതാരെ കുട്ടിയാണെന്ന് അറിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരേ ആളുടെ മകനും മകളും തന്നെയായിരിക്കും പരസ്പരം ബന്ധപ്പെടുന്നത്. വ്യഭിചാരം വ്യാപകമായ പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കൂ നിങ്ങൾ. വ്യഭിചാരത്തിന്റെ ഫിത്നകളിൽ ഗുരുതരമായ ഒരു അവസ്ഥ ഇതാണ്. പലപ്പോഴും ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത് ആങ്ങളും പെങ്ങളും ആയിരിക്കും. കുറച്ചാലും കഴിഞ്ഞാലാണ് ചിലപ്പോൾ മനസ്സിലാവുക രണ്ടുപേരും ഒരേ ആൾക്കാരാണ് എന്ന്. എത്ര നാടുകളിൽ ഇത്തരം വൃത്തികെട്ട, പറയാൻ പോലും സാധിക്കാത്ത തോന്നിവാസങ്ങൾ സംഭവിക്കുന്നത് കാണാം.
അതുകൊണ്ട് ഇസ്ലാം ബഹുഭർത്തൃത്വം അനുവദിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫിത്രത്ത് അതിന് യോജിച്ചതല്ല. ഇത് നടക്കൂല. സ്ത്രീക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചവനായ റബ്ബ് അവന് ഈ പറഞ്ഞ കാര്യം ഏറ്റവും നന്നായി അറിയുന്നതാണ്. മാത്രമല്ല, ഒരു സ്ത്രീ അവൾ ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധപ്പെടുക എന്നത് അനേക വൃത്തികെട്ട രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ്. സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരു പെണ്ണ് തലാഖ് ചൊല്ലപ്പെട്ടാൽ, അല്ലെങ്കിൽ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ ഇദ്ദയിരിക്കണം, എന്നിട്ട് അടുത്ത വിവാഹം പാടുള്ളൂ. കാരണം എന്താ, ഒരേ സമയം ഇടവേളയില്ലാതെ അകൽച്ചയില്ലാതെ ഒരു സ്ത്രീ രണ്ട് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടാൽ അത് അനേകം രോഗങ്ങൾ ഉണ്ടാക്കും. എയ്ഡ്സ്, ഇങ്ങനത്തെ പല രോഗങ്ങളും ഇന്ന് വ്യാപിക്കുന്നതിൽ ഇത്തരം നിഷിദ്ധമായ ബന്ധങ്ങൾക്കുള്ള പങ്ക് ആളുകൾക്ക് വ്യക്തമായി അറിയുന്നതാണ്. എന്നാൽ പുരുഷന്മാർ ഒന്നിലധികം വിവാഹം കഴിക്കുന്നതോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാം, 4 വരെ വിവാഹം കഴിക്കാം എന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട നിയമമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ സംശയമില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാ. നിങ്ങൾക്ക് യോജിക്കുന്ന രൂപത്തിൽ 2, 3, 4 പേരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നത്, 4 വരെ വിവാഹം കഴിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ നിയമങ്ങൾ വിശദീകരിക്കുന്ന കാലഘട്ടത്തിൽ അറബികൾ എണ്ണമില്ലാതെ സ്ത്രീകളെ ഒരേ സമയം വിവാഹം കഴിച്ചിരുന്നു. ചില സഹാബിമാർ മുസ്ലിമാവുന്ന സമയത്തിற்கு 10 ഭാര്യമാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 പേരെ ബാക്കി വെക്കുക, ബാക്കിയെല്ലാം തലാഖ് ചെല്ലണം. അറബികൾ ഇങ്ങനെ എണ്ണമില്ലാതെ വിവാഹം കഴിച്ചിരുന്നവരാണ്. അതാണ് ഇസ്ലാം 4ൽ ചുരുക്കുകയും 4ൽ ക്ലിപ്തപ്പെടുത്തുകയും ചെയ്തത്. ഈ പറഞ്ഞ 4 പേരെ വിവാഹം കഴിക്കാം എന്ന നിയമം അത് പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നത് സംശയമല്ല. പക്ഷേ ഓരോ വ്യക്തികളുടെയും അവസ്ഥകൾക്കനുസരിച്ച് ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നതിൻ്റെ വിധി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇസ്ലാമിൽ നിങ്ങൾക്കറിയാം, വിധിവിലക്കുകൾ 5 എണ്ണാണ്. നിർബന്ധം വാജിബ്, സുന്നത്ത്, ഹറാമ്, അതിൻ്റെ താഴെ മക്രൂഹ്, മുബാഹ്. അനുവദിക്കപ്പെട്ടത്, അതായത് ചെയ്താൽ പുണ്യമില്ല, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റല്ല. മക്രൂഹ് ഒഴിവാക്കുന്നതാണ് നല്ലത്, എന്നാൽ ചെയ്താൽ ശിക്ഷയില്ല. ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുള്ളതാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്യൽ നിർബന്ധമാണ്. വിട്ടത് സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ തെറ്റില്ല. ഈ 5 അവസ്ഥകളും പുരുഷന്മാർക്ക് ബഹുഭാര്യത്വത്തിന്റെ കാര്യത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ചെറിയ സമയമെടുക്കാൻ. ഒന്നാമത്തേത് സഹോദര, ചില സന്ദർഭത്തിൽ ചില പുരുഷന്മാർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നത് വാജിബായിത്തീരുന്ന, നിർബന്ധമായിത്തീരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അതെപ്പോഴാണ്? ഒരാൾ, അയാളുടെ കീഴിലൊരു ഭാര്യയുണ്ട്, ഒന്നല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉള്ള എന്തെങ്കിലും ന്യൂനത കാരണത്താൽ, അല്ലെങ്കിൽ ഭർത്താവിന് അയാൾക്കുള്ള ശാരീരിക ശേഷിയോ മറ്റോ കാരണത്താൽ അയാൾക്ക് ഒരു ഭാര്യയിൽ മതിയാക്കാൻ സാധിക്കുന്നില്ല. അയാളാകട്ടെ ഹറാമിലേക്ക് വീണുപോകുമെന്ന് പേടിക്കുന്നുണ്ട്. അയാളാകട്ടെ ഹറാമിലേക്ക് വീണുപോകും എന്ന് പേടിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ വിവാഹം കഴിക്കുക എന്നത് പുരുഷന് നിർബന്ധമായി തീരും. ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി തീരും. അയാൾക്ക് ഒന്നാമത്തെ ഭാര്യ മതിയാവുന്നില്ല, അയാൾ ഹറാമിലേക്ക് വീണുപോകുമെന്ന് അയാൾ നന്നായി പേടിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ വിവാഹം കഴിക്കുക എന്നത് അയാൾക്ക് നിർബന്ധമായി തീരും. ഇത് തടയുക എന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല. രണ്ടാമത്തെ അവസ്ഥ, ഒരു മനുഷ്യൻ അയാൾ വ്യഭിചാരത്തിലേക്ക് വീണുപോകുമെന്ന് പേടിക്കുന്നില്ല, എന്നാൽ അയാൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ സൗകര്യമുണ്ട്.
അയാൾ വിചാരത്തിലേക്കൊന്നും പോകുന്നു അയാൾ പേടിക്കുന്നില്ല, അയാൾക്ക് അയാളുടെ ഭാര്യ മതിയായതാണ്. പക്ഷേ രണ്ടാമത്തെ വിവാഹം, രണ്ടാമതൊരു പെണ്ണിനെ കൂടി കല്യാണം കഴിക്കാൻ അയാൾക്ക് സൗകര്യമുണ്ട്. ഈ രണ്ട് ഭാര്യമാരെയും പോറ്റാൻ അയാൾക്ക് സാമ്പത്തികമായ ശേഷിയുമുണ്ട്. ആ രണ്ടു പേർക്കുമിടയിൽ നീതി പാലിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കൃത്യ ദിവസങ്ങൾ അവർ പാലിക്കും, രണ്ടുപേർക്കും കൃത്യമായി പോകും, രണ്ടുപേർക്കും കൃത്യമായി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, രണ്ടുപേരോടും പെരുമാറ്റത്തിൽ ഒരുപോലെ തന്നെ പെരുമാറും. ഹൃദയത്തിലെ സ്നേഹം അത് നമുക്ക് ഒരാൾക്കും മനുഷ്യന് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നതല്ല. എന്നാൽ ബാഹ്യമായ കാര്യങ്ങളിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, അവളുമായുള്ള ഇടപഴകലിൽ, അവൾക്ക് നൽകുന്ന അവകാശങ്ങളിൽ, ഇതിലൊക്കെ ഈ രണ്ട് ഭാര്യമാരെയും ഒരുപോലെ അയാൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നന്മകൾ ധാരാളമുണ്ട്, ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അയാളുടെ അവസ്ഥയെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വിചാരത്തേക്ക് പോകുന്നാൽ പേടിക്കുന്നില്ല. അതുപോലെ തന്നെ രണ്ട് ഭാര്യമാരെ പോറ്റാൻ അയാൾക്ക് ശേഷിയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നീതി പാലിക്കാൻ അയാൾക്ക് സാധിക്കും. അതുപോലെ തന്നെ അയാൾ രണ്ടാമതൊരു വിവാഹത്തിലേക്ക് കടന്നാൽ അതുകൊണ്ട് അയാൾക്ക് ഉണ്ടാകുന്ന നന്മകൾ കൂടുതലാണ്, ധാരാളം നന്മകൾ ഉണ്ടാവും, ചെറിയ ചില പ്രശ്നങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്നാണ് അയാൾ മനസ്സിലാക്കുന്നത് എങ്കിൽ അയാൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് സുന്നത്താണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഈ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലോ നന്മകൾ കൂടുതലാണ്, തിന്മകൾ കുറവാന്ന് പറഞ്ഞത്. തിന്മ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും, ചെറിയ പ്രയാസങ്ങൾ. എന്നാൽ അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന നന്മകൾ ധാരാളമുണ്ട് എങ്കിൽ, എന്നാൽ ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, അതാണ് ഇനി വിശദീകരിക്കാനുള്ളത്. മൂന്നാമത്തെ അവസ്ഥ, ഒരു മനുഷ്യൻ അയാൾ വിചാരത്തിലേക്ക് പോകുമെന്ന് അയാൾക്ക് പേടിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ശേഷിയുണ്ട്, രണ്ട് ഭാര്യമാരെയും പോറ്റാൻ അയാൾക്ക് ശേഷിയുണ്ട്, രണ്ടു പേരോടും നീതി പാലിക്കാനും അയാൾക്ക് സാധിക്കും. എന്നാൽ ഈ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ ആ വിവാഹം അയാളുടെ കാര്യത്തിൽ മുബാഹാൻ, അനുവദനീയമാണ്. കഴിച്ചാലും കുഴപ്പമില്ല, കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. ഇതെല്ലാം കേട്ടിരിക്കുന്ന സ്ത്രീകളോടാണ്, അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന അവസാനത്തേക്കാക്കാം. നാലാമത്തേത്, ഒരു മനുഷ്യൻ അയാൾ വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന് പേടിക്കുന്നില്ല. എന്നാൽ അയാൾക്ക് രണ്ടാമതൊരു സ്ത്രീയെ പോറ്റാൻ സാധിക്കും, രണ്ട് ഭാര്യമാരെയും അയാൾക്ക് അവരോട് നീതിപൂർവം പെരുമാറാൻ സാധിക്കും. എന്നാൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് കൂടുതൽ പ്രയോജനപ്രദമായ കാര്യങ്ങൾ അതിൽ നിന്ന് അയാളുടെ ശ്രദ്ധ തിരിക്കുമെങ്കിൽ അയാൾ വിവാഹം ഉപേക്ഷിക്കുന്നതാണ് അയാൾക്ക് നല്ലത്. ഉദാഹരണത്തിന് അയാൾക്ക് ഇസ്ലാമിക ദഅവ, ദീനി പ്രബോധനം, അതിൽ നിന്ന് അയാളുടെ ശ്രദ്ധ തെറ്റുന്ന വിചാരിക്കാം. അല്ലെങ്കിൽ ദീന് പഠിക്കുന്ന ആളാണ്, അയാൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ആളാണ്. അയാൾ രണ്ടാമതൊരു വിവാഹം കൂടി കഴിച്ചാൽ ഇപ്പറഞ്ഞ നന്മകൾ അത് ചിലപ്പോൾ കുറയാനും അത് ചിലപ്പോൾ ഇല്ലാതെയായി പോകാനും ഒക്കെ കാരണമാകുമെങ്കിൽ അയാൾ വിവാഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഒന്നാമത്തെ വിവാഹത്തിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കാം. രണ്ടാമതൊരു വിവാഹത്തിൽ അപ്പം ഭാര്യമാരെന്ത് ചെയ്യുക, ഭർത്താക്കന്മാരെ ദീന് പഠിക്കുന്നതിലേക്കും ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നതിലേക്കും നന്മ ചെയ്യുന്നതിലേക്കൊക്കെ പറഞ്ഞേക്കുക. അപ്പം അവർ ഒന്നുമ്പോൾ തന്നെ നിന്നോളും. കാരണം രണ്ടാമതൊന്ന് കല്യാണം കഴിച്ചാൽ ഈ രണ്ടാമത്തെ വിവാഹം കൊണ്ട് ഈ പറഞ്ഞ നന്മകൾ അവസാനിക്കുമെങ്കിൽ രണ്ടാമത്തെ വിവാഹം അതിലേക്ക് പോകാതിരിക്കുന്നതാണ് അയാൾക്ക് നല്ലത്. പോകുന്നതാകട്ടെ അയാൾക്ക് മക്റൂഹാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. കൂടുതൽ നന്മകൾ ഇതുകൊണ്ട് നഷ്ടപ്പെടുമെങ്കിൽ, ചില ആൾക്കാർ ദീനിയായ നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കും, രണ്ടാമത് വിവാഹം കഴിച്ച് പിന്നെ അയാൾ കുടുംബത്തിന്റെ പ്രശ്നം അതിൽ ആകെ പെട്ടു, പിന്നെ അയാൾ ഒന്നിനും കിട്ടാതായി. അങ്ങനെ അയാളുടെ നന്മകൾ തകർന്നു പോകുന്നതിനേക്കാൾ നല്ലത് അയാൾ അതിലേക്ക് പോകാതിരിക്കുന്നതാണ്. അഞ്ചാമത്തെ അവസ്ഥ, സഹോദരങ്ങളെ, ബഹുഭാര്യത്വം ഒരാളുടെ കാര്യത്തിൽ ഹറാമാകുന്ന അവസരമാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കും. അതെപ്പോഴാണ്? ഒരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്
രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ഈ രണ്ടുപേരോടും നീതിപൂർവകമായി പെരുമാറാൻ സാധിക്കുകയില്ല എന്ന് ഒന്നല്ലെങ്കിൽ ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഏതാണ്ട് അറിയാം എനിക്ക് ഈ രണ്ടാളുകളോടും നീതിയിൽ വർത്തിക്കാൻ സാധിക്കില്ല എന്ന് അയാൾ ഏതാണ്ട് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അയാൾക്ക് രണ്ടാമതൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് നിഷിദ്ധമാണ്, പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. കാരണം പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അവന്റെ സലാമത്തിൽ ജീവിക്കുന്നതാണ്, തിന്മകളിലേക്ക് പോകാതെ മറ്റൊരാളോട് അനീതി ചെയ്യാതെ അയാൾക്ക് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ സാധിക്കുന്നതാണ് അയാൾക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, 1 കെട്ടുന്നതാണോ 2 കെട്ടുന്നതാണോ കൂടുതൽ നല്ലത്. പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് ഒരു മനുഷ്യൻ അയാൾക്ക് രണ്ടാമതൊരു വിവാഹം കൊണ്ട് നന്മകൾ കൂടുതൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ ശരി, എനിക്ക് രണ്ടാമത് വിവാഹം നല്ലത്, അയാൾക്ക് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഭാര്യയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത്, ഭാര്യ എല്ലാ നിലക്കും സപ്പോർട്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. എന്തായാലും സ്ത്രീകൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നീ ഒന്നാമത്തെ വീട് പൊളിച്ചിട്ട് രണ്ടാമത്തെ ഒരു വീട് ഉണ്ടാക്കാൻ പോകരുത്. ചില ആളുകൾ പറയും അവർക്കൊരു വീട് കൊടുക്കല്ലേ, അവർക്കൊരു അഭയം കൊടുക്കല്ലേ. നിന്റെ ആദ്യത്തെ വീട് നീ പൊളിച്ചിട്ടാവരുത് രണ്ടാമത്തെ ഒരു വീട് ഉണ്ടാക്കുന്നത്. നിന്റെ ആദ്യത്തെ വീട്ടിൽ മക്കളുണ്ട്, എൻ്റെ ഇത്രയും കാലം സേവിച്ച ഭാര്യയുണ്ട്, അവരോടൊക്കെ അനീതി പ്രവർത്തിച്ചുകൊണ്ട് അവരെ തകർത്തെറിഞ്ഞുകൊണ്ട് അവരെ വലിച്ചെറിഞ്ഞുകൊണ്ട് രണ്ടാമതൊരു വീട് ഉണ്ടാക്കുക എന്നത് ബുദ്ധിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് നാസർ അൽ ബറാഖ് അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, ഒരാൾ സാലിഹത്തായ ഒരു ഭാര്യ അയാൾക്കുണ്ട്, രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ഈ ബന്ധം ഏതാണ്ട് തകരും, അവർക്ക് മക്കളുമുണ്ട്. അദ്ദേഹത്തിന്റെ നസീഹത്തുകൾ അദ്ദേഹം പറഞ്ഞു, അയാൾ ഒന്ന് തന്നെ നിൽക്കട്ടെ, സബർ ചെയ്യട്ടെ. കാരണം കുടുംബ ബന്ധങ്ങൾ തകർന്ന് ശിഥിലമായി തീർത്തും ഇണക്കി ചേർക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുക എന്നത് പലപ്പോഴും കാണുന്നുണ്ട്. ഈ കാലത്ത് ചില പണ്ഡിതന്മാർ രണ്ടാമതൊരു വിവാഹത്തിലേക്ക് പോകുന്നവരെ ശക്തമായി ഉപദേശിക്കുന്നതായി കാണാം, നന്നായി ശ്രദ്ധിക്കണം. കാരണം ജനങ്ങളിൽ പലരോടും ദുൽമ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകരുത്. അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ ഒരാൾക്ക് എപ്പോഴാണ് തോന്നുക അതുകൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം മനുഷ്യന്മാർ പലപ്പോഴും പറയാ ഞാൻ എന്തായാലും അതിൽ ചെയ്യുന്ന ആളാണെന്നാണ് പൊതുവെ ആൾക്കാർ പറയാ, ഞാൻ വലിയ നീതിമാനാണെന്നാണ് ഫിറഔൻ വരെ പറഞ്ഞിരുന്നത്. എപ്പോഴാണ് നിന്റെ നീതിയെക്കുറിച്ച് നിനക്ക് അവലോകനം നടത്താൻ പറ്റുക? നിന്നോടൊപ്പം ഇപ്പോഴുള്ള ഭാര്യയോട് നിന്റെ പെരുമാറ്റം എന്താണ്, അത് നീ ആദ്യം പരിശോധിക്കുക. അവളോട് നീ നീതിയിലാണോ പെരുമാറുന്നത്? അവളുടെ പ്രയാസങ്ങൾ നീ പരിഗണിക്കുന്നുണ്ടോ? അവളെ നീ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുന്നുണ്ടോ? അവൾക്ക് നൽകേണ്ടതെല്ലാം നീ നൽകുന്നുണ്ടോ? ഇത് നീ പരിഗണിച്ചാൽ, പരിശോധിച്ചാൽ നിന്റെ നീതിയുടെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. അത് പരിഗണിച്ചതിന് ശേഷം, പരിശോധിച്ചതിന് ശേഷം രണ്ടാമതൊരു വിവാഹ ബന്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ആലോചിക്കുക. സഹോദരങ്ങളെ, അവസാനമായി ഞാൻ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താണ്, ഭർത്താക്കന്മാരോടാകട്ടെ ഭാര്യമാരോടാകട്ടെ, ഭർത്താക്കന്മാരോട് പറയാനുള്ളത് ഈ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഇളവാണിത്. ഇത് കേവലം ദേഹേച്ഛകൾക്ക് വേണ്ടി മുതലെടുക്കുകയോ അതിൻ്റെ പേരിൽ തൻ്റെ കീഴിലുള്ള ഭാര്യമാരെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. ചില ആളുകൾ പറയും അള്ളാഹ് ഇറക്കിയ ദീനല്ലേ, നിയമല്ലേ, നീ ഇതിനോട് ഒരു വെറുപ്പും കാണിക്കരുത് എന്ന് പറയും. ഇല്ല സഹോദരന്മാരെ, സ്ത്രീകൾക്ക് ഇതിൽ പ്രയാസം ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം ആ കാര്യങ്ങളിലേക്ക് നീ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ. മാത്രമല്ല കൂടുതൽ ഗുൽമുകൾ ചെയ്തുകൊണ്ട് ഇത്രയും കാലം തന്നോടൊപ്പം നിലനിന്ന ഭാര്യയെ പരിഗണിക്കുക പോലും ചെയ്യാതെ, അവളെ യാതൊരു നിലക്കും വില കൽപ്പിക്കാതെ ആ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ചില ആളുകൾക്ക് തീരെ സാധിക്കൂല. ചിലപ്പോൾ ചില ആളുകൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ ഒന്നാമത്തെ ഭാര്യയുടെ അടുക്കൽ വന്ന് രണ്ടാമത്തെ ഭാര്യയുടെ മേന്മകൾ പറയും. അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നീ എവിടെയാണ്. അങ്ങനത്തെ ഒരാൾ രണ്ടാമത് കെട്ടായിരിക്കുന്നല്ലേ. അയാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇത് കൊണ്ടുനടക്കണമെന്ന് അയാൾക്കറിയില്ല. അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരുത്തി വെക്കുന്നവർ അവരെ കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹോദരിമാരോട് പറയാനുള്ളത്, അർഹമായ അവസ്ഥകളിലാണ് ഭർത്താക്കന്മാർ ഈ കാര്യം ആവശ്യപ്പെടുന്നത് എങ്കിൽ
അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ, പരലോകത്ത് ഈ പ്രതിഫലം ആഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. തീർത്തും ഭർത്താവിനെ അതിൽ നിന്ന് തടയാൻ മാത്രം തീരുമാനിച്ചിറങ്ങാന്നുള്ളതും നമ്മുടെ അടുത്ത് പാടില്ല. രണ്ടുപേരും അള്ളാഹുവിനെ ഈ കാര്യത്തിൽ സൂക്ഷിക്കാൻ. നമ്മൾ നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലുള്ള റബ്ബിനറിയാം. അള്ളാഹുവിന് ഈ കാര്യം നന്നായി മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഈ കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ ബഹുഭാര്യത്വത്തിലേക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും അത് വലിയ അനീതി ആ കാര്യങ്ങളിൽ ചെയ്തു വരുന്നത് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനിയെ പോലെ ചില ആളുകൾ, ചില പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ അത് ചിലരോട് നസീഹത്തെ ചെയ്യുന്നില്ല. കാരണം ആളുകൾ പൊതുവെ ദുൽമു ചെയ്യുന്നത് അധികരിക്കാണ്. ഒന്നാമത്തെ വാരിനോട് തന്നെ ചില ആൾക്കാർ ഭയങ്കര ദുൽമായിരിക്കും. രണ്ടും കൂടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ പറയണോ? ആ അവസ്ഥ നമുക്കുണ്ടാകരുത്. കാരണം ഈ പറഞ്ഞ ആളുകളൊക്കെ നാളെ പരലോകത്ത് വരും. നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന ദുൽമുകൾ അള്ളാഹ് ചിലപ്പോൾ നാളെ നമുക്ക് പുറത്തു തരും. പക്ഷെ മറ്റുള്ളവരോട് ചെയ്ത ദുൽമുകൾ അവർ വിട്ടു നൽകാതെ അള്ളാഹു പുറത്തു തരില്ല. ആ ബോധ്യം ഭർത്താക്കന്മാർക്കും വേണം, ഭാര്യമാർക്കും വേണം. ഭാര്യമാർ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളിലൊന്ന്, സഹോദരിമാരെ, നമ്മുടെ പെൺമക്കൾ ആരെങ്കിലും, നമ്മുടെ പെൺകുട്ടി ഭർത്താവ് കല്യാണം കഴിച്ചു, ഒരു വർഷത്തിനുള്ളിൽ ഭർത്താവ് അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കും, അല്ലെ, ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിച്ചു. ആരാണ് നിന്റെ മകളെ കല്യാണം കഴിക്കുക? നമ്മൾ പറയും ഞാൻ അവളെ നോക്കിക്കോളാം. എത്ര കാലം നോക്കും? എത്ര കാലം നീ അവളെ നോക്കും? നീ മരിച്ചു പോലേ. ആ പെൺകുട്ടി ആര് നോക്കും? അവൾക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് അവൾക്ക് വേണ്ടി ആര് നിൽക്കും? ബഹുഭാര്യത്വം എന്നത് ഇസ്ലാമിൽ നിയമമാക്കപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. എത്രയോ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പറ്റാതെ, ഒന്നാമത്തെ വിവാഹം തന്നെ സാധിക്കാതെ നിൽക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. ഒന്നാമത്തെ വിവാഹം തന്നെ. അപ്പോൾ അതിന് സാധിക്കുന്ന രൂപത്തിലാണ് നിന്റെ ഭർത്താവ് ഉള്ളത് എങ്കിൽ നീ അതിൽ നിന്ന് അവനെ നിരുത്സാഹപ്പെടുത്തരുത്. അവനെ സഹായിക്കണം, അവൻ ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലം ഉണ്ടായിരിക്കുമെന്നതിൽ സംശയമില്ല. രണ്ട് വിഭാഗത്തോട് തമാശയായി പറയുന്ന കാര്യമല്ല. അതോടൊപ്പം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ചില ആൾക്കാർ ചിലപ്പോൾ ഭാര്യമാരോട് വെറുതെ തമാശക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. അത് ഈ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം ഇല്ലാതെയാക്കുകയും അതിനെ ദീനിന്റെ ഒരു നിയമത്തെ അനാവശ്യമായി നിസ്സാരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കുകയും ചെയ്യും. ഇത് ഇതിലൊരു നിയമമാണ്. അത് വെറുതെ തമാശയാക്കുന്ന രൂപത്തിൽ അങ്ങനെ പറയേണ്ടത്. ചില ആൾക്കാർ ചിലപ്പോൾ ഭാര്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയും. അവന്റെ എന്ത് കാര്യവും ചിലപ്പോൾ നിർവഹിക്കുന്നത് ഇത് പറഞ്ഞിട്ടായിരിക്കും. ചായ ഉണ്ടാക്കടി, ഓ വയ്യ, രണ്ട് കെട്ടട്ടെ. അപ്പോ അങ്ങനെ ആവരുത്. അങ്ങനെ ഇത് അവരെ പേടിപ്പിക്കാനുള്ള ഒരു വഴിയായി കൊണ്ട് നടക്കുക എന്ന് ശരിയല്ല. ഇൻഷാ അള്ളാഹ് ഈ വിഷയം വിശദീകരിക്കേണ്ടതാണ്. നമ്മുടെ വ്യാഴാഴ്ചകളിലുള്ള അഖീദ ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി വിവാഹവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളുടെ വിശദീകരണങ്ങൾ ഇൻഷാ അള്ളാഹ് എടുക്കുന്നതാണ്. എനിക്ക് സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങളിത് കേൾക്കണം. വിവാഹവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളുടെ അറിവില്ലായ്മ ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾ വിളിച്ചു ചോദിക്കാൻ, ഭർത്താവ് 7 8 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞു, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകൾ ദീനില്ലാത്ത ആൾക്കാരല്ല, നല്ല ദീനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ നിയമങ്ങൾ പഠിക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളുണ്ട്, ഭർത്താവുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളുണ്ട്. അത് പഠിക്കുക എന്നത് നിർബന്ധമാണ്. അതിലെ പ്രധാനപ്പെട്ട നിയമങ്ങളെങ്കിലും മനസ്സിലാക്കുക എന്നത് നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വ്യാഴാഴ്ചകളിലുള്ള ദർസുകളിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അഖീദ ദർസ് മാറ്റിവെച്ച് ഈ വിഷയമാണ് പഠിപ്പിക്കുക. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.